എന്ത് പറയുന്നു? നമ്മളുടെ പഠനം കാര്യങ്ങളെല്ലാം അടിപൊളിയായി പോകുന്നില്ലേ? നമ്മുടെ ഓണം എക്സാം ഒക്കെ അടുത്ത് വരാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അല്ലേ? എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? യെസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൻ്റെ കൂടെ വീണ്ടും നമ്മുടെ പഠനം കാര്യങ്ങളെല്ലാം ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്രാവശ്യത്തെ 10th എക്സാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ സ്പെഷ്യാലിറ്റി? ഇത്രയും കാലം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നതിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറിയായിരുന്നു. ബട്ട് ദിസ് ഇയർ വാട്ട് ഹാപ്പൻ? യു ആർ ലേണിംഗ് വിത്ത് ന്യൂ ടെക്സ്റ്റ് ബുക്ക് അല്ലേ? പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കുന്നത്, പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് അറിയാനുണ്ട്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അതേപോലെ തന്നെ എൻ്റെ പേര് മൈ നെയിം ഈസ് ജിഷ്ണു ഗോപിനാഥൻ ആൻഡ് ഐ ആം യുവർ ഇംഗ്ലീഷ് ഫാക്കൾട്ടി. ഓക്കെ, നമ്മളെന്താ ഇംഗ്ലീഷ് എന്നുള്ളൊരു വിഷയം ആണോ? അല്ല. ഇംഗ്ലീഷൊക്കെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പഠിച്ച് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ഇംഗ്ലീഷ്. പക്ഷേ കുറച്ച് എഴുതണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, റൈറ്റപ്പ് ആയിക്കോട്ടെ, റിവ്യൂ ആയിക്കോട്ടെ, നറേഷൻ ആയിക്കോട്ടെ, ഏതൊരു കാര്യങ്ങളാണെങ്കിലും വി നീഡ് ടു റൈറ്റ്. നമുക്ക് കുറച്ച് സമയമൊക്കെ എടുത്ത് ഫോർമാറ്റൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതാൻ അറിയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കോർ ഫുൾ മാർക്ക്. അതേ സമയത്ത് മറ്റുള്ള സബ്ജക്റ്റ് ആണെങ്കിലോ, മറ്റുള്ള സബ്ജക്റ്റിലെല്ലാം വൺ വേർഡാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു റൗണ്ട് അബൌട്ട് ദ പോയിന്റ് എന്ന് പറയും. ഫിസിക്സിലാണെങ്കിൽ ആ ഒരു പോയിന്റ് തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ പോയിന്റ് എഴുതി വെച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിന് എന്താ? നമുക്ക് ആ ഒരു റൗണ്ട് അബൌട്ട്. എന്താ റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ? ഒരു ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി ചോദിച്ചു, അല്ലെങ്കിൽ റിവ്യൂ, നറേഷൻ ചോദിച്ചു, നമുക്ക് ഏകദേശം സമ്മറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എഴുതി വെച്ചാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ മാർക്ക്. ഓക്കെ, സോ ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ യു. അതൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ക്ലാസ് കാര്യങ്ങളെല്ലാം നോക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഏതാ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ? നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ ആൻഡ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. എന്താ എനോർമസ് വിങ്സ്? നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾഡ് മാൻ, ഒരു പ്രായം ചെന്ന മനുഷ്യനും ഒരു എനോർമസ്. എന്താ എനോർമസ് എന്ന് പറഞ്ഞാൽ? വലിയ, അല്ലെങ്കിൽ ഒരു ബിഗ് വൺ, നല്ല വലിയ വലിപ്പമുള്ള ഒരു ചിറകുമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. എ വെരി ഓൾഡ് മാൻ, നല്ല പ്രായമായിട്ടുള്ള ഒരാൾ. ഓക്കെ, നല്ല പ്രായം ചെന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ വിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൂ ഹാസ് റിട്ടൺ ഇറ്റ്? ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. ഓക്കെ, ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എഴുതിയിട്ടുള്ള ഒരു നമുക്ക് സിമ്പിൾ ചാപ്റ്റർ എന്ന് പറയാൻ പറ്റും. നമ്മളുടെ 10th ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഏത്? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കേണ്ട കാര്യം ഏതാ? ഇറ്റ്സ് റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. ഒരു ചാപ്റ്റർ, ദ ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ. എ വെരി ഓൾഡ് മാനിൽ എന്താ സ്പെഷ്യാലിറ്റി? ഇറ്റ്സ് എ സ്പെഷ്യാലിറ്റി ദാറ്റ് ദർ ഇസ് എൻ ഓൾഡ് പേഴ്സൺ ഹു ഈസ് ഹാവിങ് എൻ എനോർമസ് വിങ്സ്. എന്താ? ഒരു പ്രായം ചെന്ന മനുഷ്യനും വലിയൊരു ചിറകുണ്ട്. അത് എഴുതിയതാരാ? ഇറ്റ്സ് റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? റെസ്റ്റ് ഓൾ തിങ്സ് വിൽ ബി ഓൺ ദ വേ. ഓക്കെ, സോ നമുക്ക് നോക്കാം വാട്ട് ഓൾ തിങ്സ് ഈസ് ഡീലിംഗ് വിത്ത് ദ ചാപ്റ്റർ. നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഒരു മീനിങ് അനാലിസിസ് അല്ല ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സമ്മറി. വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. നമ്മളൊരു സമ്മറി ടൈപ്പാണെന്ന് നോക്കാനായിട്ട് പോകുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, എ ഷോർട്ട് സ്റ്റോറി ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്, ഈസ് എ ബ്ലെൻഡ് ഓഫ് മാജിക്കൽ റിയലിസം ആൻഡ് സോഷ്യൽ കമന്ററി. ഓക്കെ, ഇതെന്താ പറയുന്നത്? ഇത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ചാപ്റ്റർ ആണ്? ഇറ്റ്സ് എ ചാപ്റ്റർ ഹാവിങ് മാജിക്കൽ റിയലിസം ആൻഡ് സോഷ്യൽ കമന്ററി. ഒരു മാജിക്കൽ റിയലിസവും ഒരു സോഷ്യൽ കമന്ററി ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് മെത്തേഡ്, ഡിഫറെൻറ്റ് വേയിലുള്ള ഒരു ചാപ്റ്ററാണ് ഇത് നമ്മളുടെ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. എന്താ? എ വെരി ഓൾഡ് മാൻ. അതിൽ നിന്ന് തന്നെ മനസ്സിലായി, ഫ്രം ദാറ്റ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഇറ്റ്സ് എ വെരി ഓൾഡ് പേഴ്സൺ. എന്താ? നല്ല പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ ഹൗ ഡസ് ദ ചാപ്റ്റർ ബിഗിൻസ്? ഇൻ എ സ്മോൾ കോസ്റ്റൽ വില്ലേജ്, പെലയോ ആൻഡ് എലിസിൻഡ ഫൈൻഡ്സ് ആൻ ഓൾഡ് മാൻ വിത്ത് എ ടാറ്റേർഡ് വിങ്സ് ഇൻ ദ കോർട്ട്യാർഡ് ഡ്യൂറിങ് എ സ്റ്റോം. എങ്ങനെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ഇൻ എ സ്മോൾ കോസ്റ്റൽ വില്ലേജ്, പെലയോ ആൻഡ് എലിസിൻഡ. സോ ഹു ആർ ദ ക്യാരക്ടേഴ്സ്? നമ്മളിപ്പോൾ 3 ക്യാരക്ടേഴ്സിൻ്റെ പേര് പഠിച്ചു. ആരൊക്കെയാ? വെരി old man. Okay, very old man with enormous wings. Then second character is Peleo, and the third character, who is the third character?
and our third character is Ilsinda. Okay, so these three of them, ഈ മൂന്ന് പേരാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എ സ്മോൾ കോസ്റ്റൽ വില്ലേജ് പെലയോ ആൻഡ് എൽസിൻഡ ഫൈൻഡ്സ് ആൻഡ് വെരി ഓൾഡ് മാൻ വിത്ത് ടാറ്റേർഡ് വിങ്സ് ഇൻ ദ കോർട്ട്യാർഡ് ഡ്യൂറിങ് എ സ്ട്രോം. എന്താ, ഒരു കാറ്റൊക്കെ ഉള്ളൊരു ദിവസം, ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിട്ടുള്ളൊരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, കോർട്ട്യാർഡ്. എന്താ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം. ഓക്കെ, in a small coastal village, Peleo and Elsinda finds an old man with tattered wings in the courtyard during a storm. നല്ല കാറ്റൊക്കെയുള്ളൊരു ദിവസം എന്ത് ചെയ്യാണ്, ആ ഒരു കോർട്ട്യാർഡിൽ നല്ല പ്രായമായിട്ടുള്ളൊരു വ്യക്തിയെ കാണുകയാണ്. The man, frail and speaking an incomprehensive language, is assumed to be an angel. എന്താ ആ ഒരു മാൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, the man frail and speaking an incomprehensive language. ആർക്കൊന്നും മനസ്സിലാവാത്ത, ഒട്ടും കണക്ഷൻ ഇല്ലാതെ, പരസ്പര ബന്ധമൊന്നും ഇല്ലാതെ ഏതൊക്കെയോ ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നത്. ആൻഡ് ഈസ് അസ്യൂം ടു ബി എൻ ഏഞ്ചൽ. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ എന്ത് വിചാരിച്ചു, നല്ല ചിറകൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, ആർക്കെ ചിറകുള്ളത്, മാലാക. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഒരു മാലാകന്മാർക്കൊക്കെ എന്തുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ചിറകൊക്കെ ഉണ്ട് എന്ന് നമ്മളൊരു അസംഷൻ ഉണ്ട്. ഓക്കെ, ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മാലാകന്മാർ പറയുമ്പോൾ എന്താ, നല്ല അടിപൊളിയായിട്ട് ചിറകൊക്കെ ഉള്ള ഒരു ജീവി. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്താ, ദ മാൻ ഫ്രെയിൽ ആൻഡ് സ്പീക്കിംഗ് ആൻഡ് ഇൻകോംപ്രിഹെൻസീവ് ലാംഗ്വേജ് ഈസ് അസ്യൂം ടു ബി എൻ ഏഞ്ചൽ. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയും എന്താണ് അസ്യൂം ചെയ്യുന്നത്, ഇറ്റ്സ് ഓൾസോ അസ്യൂമിങ് ടു ബി എൻ ഏഞ്ചൽ, ഒരു മാലാകയാണെന്ന് ഈ വീട്ടുകാരും വിചാരിക്കുകയാണ്. ദ കപ്പിൾ ലോക്ക് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ് ആൻഡ് സൂൺ ക്യൂരിയസ് വില്ലേജേഴ്സ് ഫ്ലോക്ക് ടു സീ ഹിം. എന്ത് സംഭവിച്ചു, ഒരു ഏഞ്ചൽ ആണെന്ന് വിചാരിച്ച് ഈ രണ്ട് കപ്പിൾ, ആരൊക്കെയാ, പെലയോ ആൻഡ് എൽസിൻഡ, ദേ ജസ്റ്റ് ലോക്ക് ഹിം. എന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയി പൂട്ടിയിട്ടു, ഒന്നും നോക്കിയില്ല, എന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയി ലോക്ക് ചെയ്തു. ദ കപ്പിൾ ലോക്ക് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ് ആൻഡ് സൂൺ ക്യൂരിയസ് വില്ലേജേഴ്സ് ഫ്ലോക്ക് ടു സീ ഹിം. അങ്ങനെ ലോക്ക് ചെയ്തതും എന്ത് സംഭവിച്ചു, സോ മെനി വില്ലേജേഴ്സ്, ബിക്കോസ് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്. കാരണം അതൊരു റെയർ സ്പീഷീസ് ആണ്, റെയർ ആയിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരുപാട് വില്ലേജേഴ്സ്, ഒരുപാട് ആളുകൾ ആ ഒരു ഓൾഡ് മാനെ കാണാനായിട്ട് വന്നു. എ നെയ്ബർ സജസ്റ്റ് ഹി മൈറ്റ് ബി എ ക്യാഷ് അവേ ഫ്രം എ ഫോറിൻ ഷിപ്പ്. But the local priest, Father Gonza, suspect he is not a true angel due to his ragged appearance and lack of divine traits. എന്ത് പറ്റി, ഒരുപാട് ആൾക്കാർ വന്നു. There were so many visitors and the visitors are having different appearance. Okay, the visitors are having different. എന്താ, വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ ഓരോരോ തീരുമാനങ്ങളായിരുന്നു, ഓരോരോ ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒരു നെയ്ബർ എന്ത് പറഞ്ഞു, നെയ്ബർ സജസ്റ്റ് ഹി മൈറ്റ് ബി എ ക്യാഷ് അവേ ഫ്രം എ ഫോറിൻ ഷിപ്പ്. എന്താ, ഒരു കാസ്റ്റ് അവേ, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ഫോറിൻ ഷിപ്പിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാവാം. ദെൻ വാട്ട് ഹാപ്പൻ, ഫാദർ ദ പ്രീസ്റ്റ് ഈസ് ടെല്ലിംഗ് ദാറ്റ് ഹീ ഈസ് നോട്ട് ആൻ ഏഞ്ചൽ. ഇത് മാലാഖയൊന്നുമല്ല, മാലാഖയ്ക്കുള്ള നീറ്റ്നെസ്സും അതേപോലെ തന്നെ ക്വാളിറ്റീസ് ഒന്നും ഈ ഒരു പേഴ്സൺ ഇല്ല. ഇതപ്പോൾ എന്തല്ല, മാലാഖയല്ല. ഓക്കെ, ദെൻ ദ ഏഞ്ചൽ ബിക്കം എ സ്പെക്ടൽ ആൻഡ് പെലയോ ആൻഡ് എൽസിൻഡ ചാർജ് അഡ്മിഷൻ ടു സീ ഹിം അമേസിംഗ് വെൽത്ത്. ഓക്കെ, എന്താ സംഭവിച്ചേ, ഈ ഒരു ഹസ്ബൻഡും വൈഫും ഇങ്ങനെ ഈ ഒരു ലോക്ക് ചെയ്തു, ഒരു കൂട്ടിലിട്ട് കേസിലിട്ട് ലോക്ക് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ കാണാൻ വന്നു. അപ്പോൾ അവർക്ക് എന്ത് തോന്നി, ദേ ഗോട്ട് ആൻ ഐഡിയ ആൻഡ് ദേ കെയിം ടു ചാർജ് എമൗണ്ട്. പൈസ കൊടുത്തിട്ട്, ടിക്കറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു ഓൾഡ് മാനെ കാണിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ദ ഏഞ്ചൽ ബിക്കം എ സ്പെക്ടൽ ആൻഡ് പെലയോൻ എൽസിൻഡ ചാർജ് അഡ്മിഷൻ ടു സീ ഹിം. അവരെന്ത് ചെയ്തു, പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കാണിക്കാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ദ വില്ലേജേഴ്സ് ട്രീറ്റ് ഹിം മോർ ലൈക്ക് എ ക്യൂരിയസ് അട്രാക്ഷൻ ദാൻ എ സ്കെയർ ബീയിങ്, പോക്കിംഗ് ഹിം ആൻഡ് ടോസിംഗ് ഫുഡ് സ്ക്രാപ്പ് ഇൻ ടു ദ കൂപ്പ്. എന്ത് ചെയ്തു, ദ വില്ലേജേഴ്സ് ട്രീറ്റ് ഹിം മോർ ലൈക്ക് എ ക്യൂരിയസ് അട്രാക്ഷൻ ദാൻ എ സ്കെയർഡ് ബീയിങ്. എന്താ, ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം എന്നല്ല കാണിച്ചത്, അതിന് പകരം എന്താ കാണിച്ചത്, ദ വില്ലേജേഴ്സ് ട്രീറ്റ് ഹിം മോർ ലൈക്ക് എ ക്യൂരിയസ്, ഭയങ്കര ആകാംക്ഷയോടുകൂടെ. കാരണം എന്താ, ഈ ജനങ്ങളൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ അവർ ഭയങ്കര ദേ വാസ് സോ മച്ച് ക്യൂരിയസ്, എന്താ സംഭവിക്കുന്നത്, ഇതെന്ത് ജീവിയാണ്, അങ്ങനെ ഒരു ക്യൂരിയസിറ്റിയോടുകൂടെയാണ് നോക്കിയത്. ദ വില്ലേജേഴ്സ് ട്രീറ്റ് ഹിം മോർ ലൈക്ക് എ ക്യൂരിയസ് അട്രാക്ഷൻ ദാൻ എ സ്കേർഡ് ബീയിങ്. എന്താ, ശരിക്കും ഒരു പേടിപ്പിക്കുന്നതിന് പകരം ഭയങ്കര ക്യൂരിയോസിറ്റി, എന്താണ്, ആരാണ്, ആകാംക്ഷയോട് കൂടെയായിരുന്നു ആ വില്ലേജേഴ്സ് എല്ലാവരും നോക്കിയിരുന്നത്. ഹിസ് പ്രസൻസ് ബ്രിങ് മൈനർ മിറാക്കിൾസ് ലൈക്ക് curing a child fever, but also brace even like a girl turning into a spider for disobeying her parents, which draw the attention away from the old man. എന്ത് സംഭവിച്ചു, ഈ ഒരു ഓൾഡ് മാൻ ഭയങ്കര ഫേമസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ കാണാൻ വരുന്നു. ദേ വർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് എമൗണ്ട്. ഈ ആൾക്കാരുടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ച് നമ്മുടെ പെലയും എൽസിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിച്ചു, ഇൻ ദ ടൗൺ ദർ കെയിംസ് എ ന്യൂ സസ്പീഷ്യസ് ഐറ്റം.
ഒരു പുതിയൊരു സസ്പീഷ്യസ് ഐറ്റം വന്നു. എന്താ? ലൈക്ക് എ ഗേൾ ടേണിങ് ഇൻ ടു എ സ്പൈഡർ. ഓക്കെ, എന്താ? ഒരു ഗേൾ, ഒരു പെൺകുട്ടി ഒരു സ്പൈഡറായിട്ട് മാറിയ ഒരു കഥ വന്നു. ഓക്കെ, അവിടെ ഇത്രയും ചാർജ് ഇല്ല, കുറച്ചുകൂടെ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്, ഹീ ഈസ് നോട്ട് ഹാവിങ് എനി റെസ്പോൺസ്. വരുന്ന ആൾക്കാരോടോ ആരോടൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ഗേൾ ടേൺ ഇൻ ടു എ സ്പൈഡർ എന്തുണ്ട്? നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ അവരെന്ത് വിചാരിച്ചു? വിസിറ്റേഴ്സ്, ശരി എന്നാൽ പിന്നെ ഈ ഒരു ഓൾഡ് മാൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, നമുക്ക് നേരെ ഇനി എങ്ങോട്ടേക്ക് പോവാം? വി ക്യാൻ ഗോ ടു ദ ഗേൾ. സോ ദ വിസിറ്റേഴ്സ് സ്റ്റോപ്പ് ഫ്രം ദ. ഓക്കെ, ആസ് ടൈം പാസസ് ദ ഓൾഡ് മാൻസ് നോവൽറ്റി ഫേഡ്സ്. അങ്ങനെ സമയം പോയതും കുറച്ച് നാൾ കഴിഞ്ഞത് എന്ത് പറ്റി? ആരും വിസിറ്റേഴ്സ് ഒന്നും വിസിറ്റ് ചെയ്യാതെ. അപ്പോൾ എന്ത് സംഭവിച്ചു? ദ ഫാമിലി വർ നോട്ട് ഗെറ്റിംഗ് എമൗണ്ട്. There were no visitors. Elsinda grew tired of him, and the couple, newfound wealth allows them to build a mansion. The old man, neglected and weakened, lingers in the coop. What happened? Elsinda grew tired of him. എൽസിൻഡയ്ക്ക് എന്ത് പറ്റി? ഓ, മടുത്തു ഇയാളെ കൊണ്ടിട്ട്. അതായത് ആ ഒരു ഓൾഡ് മാനിൻ്റെ കാര്യം ആലോചിച്ച് എൽസിൻഡയ്ക്ക് എന്തായി? ഷീ ഫീൽ ഫെഡ് അപ്പ്. ബട്ട് ആ ഒരു ഓൾഡ് മാനെ വെച്ചിട്ട് അവർ കുറേ പൈസ ഉണ്ടാക്കി. ആൻഡ് ദ കപ്പിൾ newfound wealth allow them to build a mansion. അവരെന്ത് ചെയ്തു? നല്ല വലിയ അടിപൊളിയായിട്ടുള്ള ഒരു ബംഗ്ലാവ്. ദേ ജസ്റ്റ് ക്രിയേറ്റഡ് എ ബിഗ് മാൻഷൻ. വലിയൊരു വീട് എന്ത് ചെയ്തു? അവർ കൺസ്ട്രക്ട് ചെയ്തു. ദേ ജസ്റ്റ് കൺസ്ട്രക്റ്റഡ് എ ബിഗ് മാൻഷൻ. നല്ല വലിയൊരു വീട് എന്ത് ചെയ്തു? അവരങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്തു. ദ ഓൾഡ് മാൻ നെഗ്ലക്റ്റഡ് ആൻഡ് വീക്കെൻഡ് ലിംഗേഴ്സ് അറ്റ് ദ കൂപ്പ്. അതേ സമയത്ത് ഈ ഒരു രണ്ട് ഫാമിലിക്കാർ എന്ത് ചെയ്തു? എൽസിൻഡ ആൻഡ് പെലയോ ജസ്റ്റ് നെഗ്ലക്റ്റഡ് ഹിം. ആ ഒരു ഓൾഡ് മാനെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെച്ചു. ഒരു കാര്യം നോക്കുന്നില്ല, ഫുഡ് കൊടുക്കുന്നില്ല, ഹെൽത്ത് നോക്കുന്നില്ല. ജസ്റ്റ് നെഗ്ലക്റ്റഡ് ഹിം. ഉപേക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു. ഓക്കെ, ഓൺ സ്പ്രിംഗ് ഹി ബിഗാൻ ടു റീഗെയിൻ സ്ട്രെങ്ത്, ഹിസ് ഫെദർ ഗ്രോയിങ് ബാക്ക്. എന്ത് സംഭവിച്ചു? വൺ സ്പ്രിംഗ്, ഒരു സ്പ്രിംഗ് സീസണിൽ എന്ത് സംഭവിച്ചു? ഓൺ സ്പ്രിംഗ് ഹി ബിഗാൻ ടു റീഗെയിൻ സ്ട്രെങ്ത്. വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും സ്ട്രെങ്ത് തിരിച്ചു വരാൻ തുടങ്ങി. ദ ഓൾഡ് മാൻ വാസ് റീഗെയിനിങ് ദ സ്ട്രെങ്ത്. His feathers growing back. One day he clumsily takes flight and soars away, much to Elsinda's relief as she watched him disappear. Okay, what happened? He begins to regain strength, his feathers growing back. നമ്മുടെ എൽസിൻഡയ്ക്ക് എന്ത് സംഭവിച്ചു? നമ്മളുടെ ഈ ഒരു ഓൾഡ് മാന് വീണ്ടും ആ ഒരു സ്ട്രെങ്ത് തിരിച്ചു കിട്ടാൻ തുടങ്ങി. സ്ലോലി the wings started to grow. ചിറകൊക്കെ മെല്ലെ മെല്ലെ മുളച്ചു വരാനായിട്ട് തുടങ്ങി. One day he clumsily take flight and soar away. ഒരു ദിവസം എന്ത് ചെയ്തു? പെട്ടെന്ന് ആരോടും പറയാതെ ചിറകുകൾ കൊണ്ട് പറന്ന് എന്ത് ചെയ്തു? ദ ഓൾഡ് മാൻ ജസ്റ്റ് ഫ്ലൂ അവേ. ഒറ്റ പറന്നങ്ങോട്ട് പോയി. മച്ച് ടു എൽസിൻഡാസ് റിലീഫ് ആസ് ഷീ വാച്ച് ഹിം ഡിസപ്പിയർ. പക്ഷെ നമ്മുടെ എൽസിൻഡ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഷി വാസ് ജസ്റ്റ് വാച്ചിങ് ഇറ്റ്. ഓക്കെ, ദ സ്റ്റോറി എക്സ്പ്ലോർസ് ദ തീം ഓഫ് ഹ്യൂമൻ സാക്രിഫൈസ്. എന്തൊക്കെ കാര്യം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്? ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, Okay, what happened? The story explores the theme of human nature. എന്താ? ഹ്യൂമൻസിൻ്റെ നേച്ചർ. കാരണം എന്താ? ഇറ്റ്സ് ദ ഹ്യൂമൻസ് നേച്ചർ. മനുഷ്യന്മാരുടെ അവസ്ഥയാണിത്. കാരണം എന്താ? മനുഷ്യന്മാർ എപ്പോഴും ഇങ്ങനെയാണ്. അവർക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞു. Then what happened? Then they just leave them. Okay, the story explores the theme of human nature, greed and the treatment of outsiders. അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. കാരണം എന്താ? ഒരാൾ എപ്പോഴും ഔട്ട്സൈഡേഴ്സിനെ എന്താണ് ഇത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദ സ്റ്റോറി എക്സ്പ്ലോർസ് ദ തീം ഓഫ് ഹ്യൂമൻ നേച്ചർ, ഗ്രീഡ് ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഔട്ട്സൈഡേഴ്സ്. ദ വില്ലേജേഴ്സ് മിക്സ് ഓഫ് cruelty and indifference towards the old man reflect how society often exploit and marginalize the unfamiliar or extraordinary. ഇത് എന്താ പറയുന്നത് നോക്കി? The villagers mix of cruelty and indifference. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, the person who are around us, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ്? ഇതേ സെയിം ക്യാരക്ടറുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റും ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ എന്താ? ഇങ്ങനെയൊരു ക്യാരക്ടർ. ദ വില്ലേജേഴ്സ് മിക്സ് ഓഫ് എന്താ? എന്തൊക്കെ കാര്യങ്ങളാ? മിക്സ് ഓഫ് then what happened? Cruelty, then indifference towards the old man reflects society often exploit and marginalize the unfamiliar or extraordinary. സൊസൈറ്റിയിൽ അത്രയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെപ്പോഴും ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ എന്താ? നല്ല മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ? ആ ഒരു ഓൾഡ് മാൻ വിത്ത് ആൻ എനോമസ് വിങ്സ്, ഹീസ് ആൻ അൺഫെമിലിയർ ആൻഡ് അൺക്യാരക്ടറൈസ്ഡ് പേഴ്സൺ. ഒട്ടും ആർക്കൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. ആ ആളെ നല്ല മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്.
Okay. Okay, the story explores the theme of human nature, greed and the treatment of outsider. The villagers' mix of awe, cruelty and indifference towards the old man reflect how society often exploit and marginalize the unfamiliar or extraordinary. എങ്ങനെയാണ് ഈ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ആളുകളോട് ചെയ്യുന്നത്, എങ്ങനെയാണ് എത്ര മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇത് ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, ഈസ് ദിസ് ലൈവ് ഓർ റെക്കോർഡ്? ക്ലാസ് ലൈവ് ആണ്. ചോദിച്ചു എന്താ ഡൗട്ട്, വാട്ട്സ് യുവർ ഡൗട്ട്? Then Marcus used marginal realism to blur the lines between mundane and the microles, promoting reflection of faith, compassion and the search for meaning. അതേപോലെ തന്നെ എന്താ, ഒരുപാട് രീതിയിൽ ഡീപ്പായിട്ട് പോകുന്നതിന് പകരം കുറച്ച് ലൈൻസ് കാര്യങ്ങളല്ല, ഇറ്റ്സ് ബീൻ ഹിഡൻ. ഓക്കെ, അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഓക്കെ, is it clear? Then here comes our next one. നമ്മളെല്ലാ ചാപ്റ്ററിൻ്റെയും ഞാൻ പറഞ്ഞു, നമ്മുടെ ചാപ്റ്റർ ആൻ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ആൻ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എഴുതിയത് ആരാ? ഇറ്റ്സ് റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് വി നീഡ് ടു ലേൺ അബൌട്ട് ദ ഓഥർ. ഹു ഇസ് അവർ ഓഥർ? Gabriel Garcia Marquez. Why we need to learn about author? Because there will be a question called profile writing. Okay, profile writing. There will be a question called as profile writing. എന്താണ് profile writing? What do you mean by profile writing? You will be given some points. കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ടാകും, അതിൽ നെയിം ഉണ്ടാകും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും, നാഷണാലിറ്റി ഉണ്ടാകും, അവാർഡ്സ് ഉണ്ടാകും, ഫേമസ് വർക്ക്സ് ഉണ്ടാകും. ഓക്കെ, വിത്ത് ദാറ്റ് ഇത്രയും ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു റൈറ്റ് ഇൻ ആൻ എലാബറേറ്റ് ഫോം. ഇത്രയും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊഫൈൽ റൈറ്റിംഗ്. അതിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് പ്രൊഫൈൽ റൈറ്റിംഗ്. Gabriel Garcia Marquez was a Colombian novelist and one of the greatest writer of 20th century. എന്താ, what is the specialty of Gabriel Garcia Marquez? He was a Colombian writer, novelist and one of the greatest writer. Okay, it's a good point. He is a famous and one of the greatest writer of 20th century. He was awarded the Nobel Prize for Literature in the year 1982. Okay, he won the Nobel Prize for Literature in the year 1982. In the year 1982, he won the Nobel Prize award also. Then his notable works are Love in the Times of Cholera, No One Writes to Colon, and 100 Years of Solitude. He is one of the best known Latin American writer of our time. Then what all specialty he is having? He is one of the best known Latin American writer of our time. Okay, of our time he is the one of the most famous writer. Okay, Gabriel Garcia Marquez was a Colombian novelist and one of the greatest writer of 20th century. He was the one of the famous poet or famous writer of 20th century. He was the famous writer of 20th century. Then what is the specialty of him? He was awarded Nobel Prize for Literature. He won Nobel Prize for Literature in the year 1982. His notable works are Love in the Times of Cholera, No One Writes to Colonel, then and 100 Years of Solitude. These are the some of his famous work. ഇതൊക്കെയാണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. ദെൻ ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ. അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററുമാണ് ഇദ്ദേഹം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. യു ക്യാൻ സീ ഹിസ് പിക്ചർ ഓൾസോ. ഓക്കെ, ദെൻ കംസ് മാജിക്കൽ റിയലിസം. വാട്ട് യു മീൻ ബൈ ദ ടേം മാജിക്കൽ റിയലിസം? എന്താണ് മാജിക്കൽ റിയലിസം? വാട്ട് യു മീൻ ബൈ ദ ടേം മാജിക്കൽ റിയലിസം? Magical realism is the one of the unique narrative style of the last century. എന്താ, കഴിഞ്ഞ സെഞ്ചുറിയിൽ, കഴിഞ്ഞ നൂറ്റാണ്ടിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഒരു മാജിക്കൽ നറേഷൻ. എന്താ മാജിക്കൽ നറേഷൻ? മാജിക്കൽ നറേഷൻ ഇൻ ദ സെൻസ് ഇറ്റ് മീൻസ് ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. നോർമൽ വേ ഓഫ് നറേഷന് പകരം ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ, ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഓർ എന്താ കുറച്ച് അല്ലറ ചില്ലറ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ഫോമിൽ ക്ലാസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോമിൽ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം is the one of the unique narrative style of the last century. Many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie and Angela Carter have contributed to the genre. Okay, എന്താ പറയുന്നത് നോക്കി? Magical realism is one of the unique narrative style of last century.
many Latin American writers, okay, many writers like Gabriel Garcia Marquez and others such as Salman Rushdie and Angela Carter have contributed to this genre. ഈ കുറേ റൈറ്റേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മാജിക്കൽ റിയലിസം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. വേർഡ്സ് ഇൻ ദ ജനർ depict the real world with an undercurrent of magic or fantasy. എന്താ അതിൽ മെയിനായിട്ട് വരുന്നത്? മാജിക് ഓർ ഫാൻറ്റസി, കുറച്ചുകൂടെ മെജീഷ്യസ് ആയിട്ടുള്ള, അതായത് എന്താ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പ്രായമായ വ്യക്തി, ആ ഒരു പ്രായമായ വ്യക്തിക്ക് എന്താണ് വിങ്സ് ഉണ്ട്, വിങ്സ് വെച്ചിട്ട് വീട്ടിൽ വന്ന് കിടക്കുക, വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലത്തെ കഥകളാണ്. വി കോൾ ഇറ്റ് ആസ് മാജിക് ഓഫ് ഫാൻറ്റസി. ലൈക്ക് ഫെയറി ടെയിൽസ്, വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഇവിടെ നോക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എന്താ, റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിൽ ഒരു ബ്ലറിങ് കൂടെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഒന്നുകൂടെ മാജിക്കൽ റിയലിസം. എന്താ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ? മാജിക്കൽ റിയലിസം ഈസ് ജസ്റ്റ് സിമ്പിൾ. എന്താ, കുറച്ച് സൂപ്പർ നാച്ചുറൽ പവർ, ഫാൻറ്റസി, അതേപോലെ തന്നെ എന്താ മാജിക്കൽ ടെയിൽസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് മാജിക്കൽ റിയലിസം. Okay, magical realism is the one of the unique narrative style of the last century. Many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie and Angel Carter have contributed to the genre. ഒരുപാട് റൈറ്റേഴ്സ് ഒക്കെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. Works in this genre depict the real world with an undercurrent of magic or fantasy. കുറച്ച് മാജിക് അല്ലെങ്കിൽ ഫാൻറ്റസി കാര്യമായിട്ടുള്ള രീതിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ലൈക്ക് ഫെയറി ടെയിൽസ്, വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിൽ ചെറിയൊരു ബ്ലറിങ് അവിടെ എന്തുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് ദ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, വാട്ട് ഡു മീൻ ബൈ ക്യാരക്ടർ സ്കെച്ച്? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? റൈറ്റ് ദ write the character sketch of the old man with enormous wing. ഓക്കെ, ആ ഒരു ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുക? ഹൗ ക്യാൻ വി റൈറ്റ് ക്യാരക്ടർ സ്കെച്ച്? യെസ്, ദ ഫസ്റ്റ് തിങ്, ക്യാരക്ടർ സ്കെച്ച് ചെയ്തേണ്ട സമയത്ത് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട കാര്യം ഏതാ? ദ ഫസ്റ്റ് തിങ് ഈസ് വി മസ്റ്റ് റൈറ്റ് അബൌട്ട് ദ ചാപ്റ്റർ. ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഫ്രം വിച്ച് ചാപ്റ്റർ? ഓക്കെ, ദ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഈസ് എ character from the old man with enormous wings, which is written by Gabriel Garcia Marquez. It's an important theme in this chapter. ഇത് നമുക്ക് എഴുതാം. ഫസ്റ്റ് ലൈൻ എല്ലാ ചാപ്റ്ററിൻ്റെ എന്താ, ആ ക്യാരക്ടർ ഏത് ചാപ്റ്ററിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ഫ്രെയിൽ enigmatic figure with tattered wings speaking an incomplete language. നമുക്ക് എങ്ങനെ സ്റ്റാർട്ടിങ് കൊടുക്കാം? എ ഫ്രെയിൽ, ഒട്ടും സ്പെഷ്യൽ അല്ലാത്ത അൺഫെയർ ആയിട്ടുള്ളൊരു പേഴ്സൺ, അതേപോലെ തന്നെ എന്താ ഒരു എനിഗ്മാറ്റിക് ഫിഗർ, ഒരു നമുക്ക് എപ്പോഴും ഒരു പേടി തോന്നുന്ന പോലത്തെ ഒരു ഫിഗർ. ഓക്കെ, എ ഫ്രെയിൽ എനിഗ്മാറ്റിക് ഫിഗർ വിത്ത് എ ടാറ്റേഡ് വിങ്സ്. എന്താ ടാറ്റേഡ് വിങ്സ്? അവിടെ ഇവിടെയൊക്കെ കുറേ ചിറകുകളുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിങ്സ് അല്ല. ഹീസ് ഹാവിങ് ജസ്റ്റ് എ സ്കാറ്റേഡ് ടൈപ്പ് ഓഫ് വിങ്സ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചിറകുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പാസീവ് ആൻഡ് റീസൈലന്റ്, ഹി എൻജോയ്സ് മിസ്ട്രീറ്റ്മെന്റ് വിത്ത് ക്വൈറ്റ് പേഷ്യൻസ് പെർഫോമിങ് മൈനർ മിറാക്കിൾസ്. അതേപോലെ തന്നെ എന്താ, ജസ്റ്റ് നല്ല പേഷ്യൻ്റ് ആയിട്ടുള്ള, നല്ല സമാധാനമുള്ള, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പാസീവ് ആൻഡ് റീസൈലൻറ്റ്, ഹി എൻഷുർ മിസ്ട്രീറ്റ്മെൻറ്റ് വിത്ത് ക്വൈറ്റ് പേഷ്യൻറ്റ്. ഒരുപാട് രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഹീസ് ഡീലിങ് എവറിത്തിങ് ഇൻ എ ഗുഡ് മാനർ. ഭയങ്കര അടിപൊളിയായിട്ട് ഒരു വിഷമോ പരിഭ്രമോ ഒന്നും പറയാതെയാണ് പോകുന്നത്. ഹിസ് അംബിഗസ് ഡിവൈൻ സ്റ്റാറ്റസ് challenge perceptions and his eventual flight symbolizes liberation, represents the misunderstood or marginalized. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആരോടും ഒരു വിഷമോ പരിഭ്രമോ പ്രശ്നമോ ഒന്നും പറയാതെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാക്കും പറയാതെ പറന്നു പോകുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് അബൌട്ട് ഹിസ് മാർജിനലൈസ്ഡ്. എത്രത്തോളം ഒരു തടഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരുന്നോ, ഹൗ മച്ച് ഹി വാസ് മാർജിനലൈസ്ഡ്, ഇറ്റ്സ് ഓൾസോ ബീൻ എക്സ്പ്രസ്ഡ് ഹിയർ. അതുകൂടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. Okay, once again, the old man with enormous wing, a frail, enigmatic figure with tattered wings, speaking an incomprehensive language, passive and resilient. He ensure mistreatment with quiet patient. ഭയങ്കര സൈലൻ്റ് ആയിട്ട്, മിസ്ട്രീറ്റ്മെൻറ്റ് എല്ലാം ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. ഒരാളോടും
മോശമായിട്ട് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു പെരുമാറുന്നില്ല. ഓക്കെ, പെർഫോമിംഗ് മൈനർ മിറാക്കിൾസ്, ഹിസ് ആംബിഗസ് ഡിവൈൻ സ്റ്റാറ്റസ് ചാലഞ്ച് പെർസെപ്ഷൻസ് ആൻഡ് ഹിസ് ഇവൻച്വൽ ഫ്ലൈറ്റ് സിംബലൈസസ് ലിബറേഷൻ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ് അംബിഗസ് ഡിവൈൻ സ്റ്റാറ്റസ് ചാലഞ്ച് പെർസെപ്ഷൻ ആൻഡ് ഹിസ് ഇവൻച്വൽ ഫ്ലൈറ്റ് സിംബലൈസസ് ലിബറേഷൻ. അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ആരോടൊരു വാക്കുപോലും പറയാതെ എന്താണ്, ജസ്റ്റ് അവിടുന്ന് പറന്നു പോകുന്നതും ഉണ്ട്. റെപ്രസെൻറ്റ്സ് ദ മിസ്അണ്ടർസ്റ്റുഡ് ഓർ മാർജിനലൈസ്. എത്രത്തോളം വിഷമിച്ചിട്ടായിരുന്നു, എത്രത്തോളം പ്രശ്നങ്ങൾ സഹിച്ചിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്യാരക്ടർ, നമ്മുടെ സെക്കൻഡ് ക്യാരക്ടർ ആരുടെയാ, പെലെയോ, എ പുവർ പ്രാക്ടിക്കൽ വില്ലേജർ ഹു ഡിസ്കവേർഡ് ദ ഓൾഡ് മാൻ. പെലെയോ ആണ് എന്ത് ചെയ്തത്, ഹീ ഈസ് ദ പേഴ്സൺ ഹു ഡിസ്കവേർഡ് ദ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്. ആ ഒരു ഓൾഡ് മാനെ ഡിസ്കവർ ചെയ്തത് ആരാണ്, പെലെയോ ആണ് ഡിസ്കവർ ചെയ്തത്. Okay, passive and morally ambiguous, he cages the old man and charge admission for profit, prioritizing survival over compassion. എന്താ, ശരിക്കും ഒരു സ്വാർത്ഥനായിട്ടൊരു വ്യക്തിയാണ്. കാരണം എന്താ, സ്വന്തം ആവശ്യത്തിന് പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂട്ടിൽ അടച്ചിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ഹീസ് എ പാസീവ് ആൻഡ് മോറലി അംബിഗസ്, ഹി കേജസ് ദ ഓൾഡ് മാൻ. എന്താ, അത്രയും പ്രായം ചെന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഇത്രയും പ്രായമായ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ആ ഒരു കൂട്ടിൽ അടച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നോക്കിയേ, he caged the old man and charged admission for profit, prioritizing survival over compassion, represents pragmatic self-interested human nature. ശരിക്കും ഇതിൽ നിന്ന് എന്ത് കാണുന്നുണ്ട്, മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വാർത്ഥ സ്വഭാവം കുറച്ചുകൂടെ നമുക്ക് കാണുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്യാരക്ടർ സ്കെച്ച് കൂടെ നോക്കാം. ആരുടെ ലാസ്റ്റ് ക്യാരക്ടർ സ്കെച്ച്, എൽസിൻഡ. ഓക്കെ, ആരാ എൽസിൻഡ? എൽസിൻഡ ഈസ് ദ വൈഫ് ഓഫ് പെലെയോ. ഓക്കെ, പെലെയോസ് റിസോഴ്സ്ഫുൾ ആൻഡ് ഓപ്പർച്യൂണിസ്റ്റ് വൈഫ്. എന്താ നോക്കി, ഓപ്പർച്യൂണിസ്റ്റ് വൈഫ്. എന്താ ഓപ്പർച്യൂണിസ്റ്റ് വൈഫ് എന്ന് പറഞ്ഞാൽ, ആ ഒരു സിറ്റുവേഷൻ കണ്ടു, ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്തു, നേരെ കയറി ട്രീറ്റ് ചെയ്തു. കാരണം എന്താ, ആ ഒരാളെ പറഞ്ഞു വരുന്നതിന് പകരം ഭയങ്കര ഉചിതമായിട്ട് എന്ത് ബിസിനസ് മൈൻഡ്, എന്താ ആ ഒരാളെ വെച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. Okay, she initiates charging admission, growing wealthy but resentful on old man's presence. Her relief on his departure reveals ingratitude. Okay, she initiates charging admission and growing wealth but resentful to the old man's presence. ആ ഒരു ഓൾഡ് മാനെ വെച്ച് കുറേ പൈസ ഉണ്ടാക്കി, ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കി. പക്ഷെ എന്ത് ചെയ്തില്ല, ആ ഒരു ഓൾഡ് മാൻ്റെ ഒരു കാര്യവും നോക്കിയില്ല. Her relief at his departure reveals ingratitude. അതേപോലെ തന്നെ എന്താ, പോകുന്ന സമയത്ത് എന്ത് ചെയ്ത, ആൾ പറന്നു പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക പോലും ചെയ്യുന്നില്ല. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹെർ ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഒട്ടും ബഹുമാനമല്ലാത്തൊരു ക്യാരക്ടറാണെന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റെപ്രസെൻറ്റ്സ് ഹ്യൂമൻ ടെൻഡൻസി ടു എക്സ്പ്ലോയിറ്റ് ആൻഡ് devalue the extraordinary. എന്താ പറയുക നോക്കിയേ, റെപ്രസെൻറ്റ്സ് ഹ്യൂമൻ ടെൻഡൻസി ടു എക്സ്പ്ലോയിറ്റ് ആൻഡ് devalue the extraordinary. ഈ ഒരു ഹ്യൂമൻ ടെൻഡൻസി, എപ്പോഴും ഹ്യൂമൻ ടെൻഡൻസി എന്താ, മനുഷ്യന്മാരുടെ ടെൻഡൻസി എപ്പോഴും ടു എക്സ്പ്ലോയിറ്റ് അതേഴ്സ്, മറ്റൊരാളെ ചൂഷണം ചെയ്യാനാണ് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, വൺസ് അഗെയിൻ, പെലെയോസ് റിസോഴ്സ്ഫുൾ ആൻഡ് ഓപ്പർച്യൂണിസ്റ്റ് വൈഫ്. ആരാ എൽസിൻഡ? എൽസിൻഡ ഈസ് പെലെയോസ് resourceful and opportunist wife. She initiates charging admission, growing wealthy but resentful of old men's presence. എന്താ, ആ ഒരു പ്രായമായിട്ടുള്ള മനുഷ്യൻ്റെ ക്യാരക്ടർ പോലും നോക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഹെർ റിലീഫ് അറ്റ് ഹിസ് ഡിപ്പാർച്ചർ റിവീൽസ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. അതേപോലെ തന്നെ ആ പോകുന്ന സമയത്ത് ആ ഒരു കാര്യം എന്താ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് ചെറിയ ഒരു ലൈവ് സെക്ഷൻ. ഓക്കെ, സോ എന്താ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് എന്താ ചെയ്തേ, നമ്മൾ ജസ്റ്റ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് ചെറിയൊരു സമ്മറി പറഞ്ഞു. ആ ഒരു സമ്മറി പറഞ്ഞതിന് ശേഷം എന്താക്കി, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ലെറ്റർ ഉണ്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഡയറി എൻട്രി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സോ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. സോ നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് അവർ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ട് എന്തെങ്കിലും എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.